അമേരിക്കയുടെ അതീവ രഹസ്യാത്മകമായ ശാസ്ത്ര ഗവേഷണ മേഖലകളെ ഞെട്ടിച്ചുകൊണ്ട് പ്രമുഖ ശാസ്ത്രജ്ഞരുടെ തിരോധാനവും ദുരൂഹ മരണങ്ങളും അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചയാകുന്നു. അമേരിക്കൻ സുരക്ഷാ ഏജൻസികളെയും നയതന്ത്ര വിദഗ്ധരെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തുന്ന സംഭവ വികാസങ്ങളാണ് കഴിഞ്ഞ കുറച്ചു കാലമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ പദ്ധതികളിൽ ഏർപ്പെട്ടിരിക്കുന്ന 9ലധികം ശാസ്ത്രജ്ഞരെയാണ് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ കാണാതാകുകയോ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയോ ചെയ്തിരിക്കുന്നത്. 2023 മുതൽ ആരംഭിച്ച ഈ സംഭവ പരമ്പരകൾ കേവലം യാദൃശ്ചികമല്ലെന്ന വിലയിരുത്തലിലാണ് പ്രതിരോധ വിദഗ്ധർ. ലോസ് അലാമോസ് നാഷണൽ ലബോറട്ടറി, നാസയുടെ ജെറ്റ് പ്രൊപ്പൽഷൻ ലബോറട്ടറി, MIT പ്ലാസ്മ സയൻസ് ആൻഡ് ഫ്യൂഷൻ സെന്റർ തുടങ്ങിയ ലോക പ്രശസ്തമായ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ് ഇരകളിലായവരിൽ അധികവും. ആണവ ഗവേഷണം, ബഹിരാകാശ സാങ്കേതിക വിദ്യ, ഊർജ്ജതന്ത്രം തുടങ്ങിയ നിർണായക മേഖലകളിൽ മികച്ച സംഭാവനകൾ നൽകിയിട്ടുള്ള ഈ പ്രതിഭകളുടെ അപ്രത്യക്ഷമാകൽ അമേരിക്കൻ ശാസ്ത്ര ലോകത്തിന് വലിയൊരു ആഘാതമാണ് ഉണ്ടാക്കിയത്. കാണാതായ ശാസ്ത്രജ്ഞരിൽ പലരും തങ്ങളുടെ ഗവേഷണത്തിന്റെ നിർണായക ഘട്ടങ്ങളിലായിരുന്നുവെന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. യാതൊരുവിധ മുൻസൂചനകളുമില്ലാതെ ഇവർ അപ്രത്യക്ഷരാകുന്നത് അത്യാധുനികമായ തട്ടിക്കൊണ്ടുപോകൽ രീതികളാണോ ഇതിന് പിന്നിലെന്ന സംശയം ജനിപ്പിക്കുന്നുണ്ട്. ചിലർ വീടുകളിൽ നിന്നും മറ്റു ചിലർ ജോലി സ്ഥലത്തേക്ക് പോകുന്ന വഴിക്കുമാണ് കാണാതായത്. ഇവർക്കായി നടത്തിയ അന്വേഷണങ്ങളൊന്നും ഇതുവരെ ഫലം കണ്ടിട്ടില്ലെന്നത് സുരക്ഷാ ഏജൻസികളെ കുഴപ്പിക്കുന്നു. അപ്രത്യക്ഷരായവർക്ക് പുറമെ ചില ശാസ്ത്രജ്ഞരുടെ മരണവും അതീവ ദുരൂഹത നിറഞ്ഞതാണ്. തികച്ചും ആരോഗ്യവാന്മാരായ വ്യക്തികൾ പെട്ടെന്നുണ്ടാകുന്ന ഹൃദയാഘാതം മൂലമോ അല്ലെങ്കിൽ വിശദീകരിക്കാനാകാത്ത മറ്റു ശാരീരിക കാരണങ്ങൾ മൂലമോ മരണപ്പെടുന്നത് സ്വാഭാവികമല്ലെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇത്തരം മരണങ്ങളിൽ അസ്വാഭാവികമായ ഒന്നും കണ്ടെത്താൻ പോലീസിന് സാധിച്ചിട്ടില്ലെങ്കിലും ഈ സംഭവങ്ങളിലെ പൊതുവായ സാമ്യം വലിയൊരു ഗൂഢാലോചനയിലേക്ക് വിരൽ ചൂണ്ടുകയാണ്. അമേരിക്കയുടെ ശത്രു രാജ്യങ്ങളായ ഇറാനോ ചൈനയോ ഈ സംഭവങ്ങൾക്ക് പിന്നിലുണ്ടോ എന്ന ചോദ്യമാണ് പ്രധാനമായും ഉയർന്നത്. അത്യാധുനിക യുദ്ധതന്ത്രങ്ങളിലും ഊർജ്ജ ഗവേഷണങ്ങളിലും മുൻതൂക്കം നേടാൻ ഇത്തരം ശാസ്ത്രജ്ഞരുടെ അറിവ് ഈ രാജ്യങ്ങൾക്ക് അത്യന്താപേക്ഷിതമാണ്. സൈനികമായ മേൽക്കോയ്മ നിലനിർത്താൻ സഹായിക്കുന്ന വിവരങ്ങൾ ചോർത്തുന്നതിനായി ശാസ്ത്രജ്ഞരെ തട്ടിക്കൊണ്ടുപോകാനോ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താനോ വിദേശ ചാര സംഘടനകൾ ശ്രമിക്കുന്നുണ്ടാകാമെന്ന നിഗമനത്തിലാണ് വിദഗ്ധർ. ഔദ്യോഗികമായി ഈ സംഭവങ്ങൾ തമ്മിൽ പരസ്പര ബന്ധമുണ്ടെന്ന് ഇതുവരെ അമേരിക്കൻ ഭരണകൂടം സ്ഥിരീകരിച്ചിട്ടില്ല. എങ്കിലും സുരക്ഷാ വൃത്തങ്ങളിൽ നിശബ്ദമായ ഒരു പരിഭ്രാന്തി പടരുന്നുണ്ട്. തന്ത്രപ്രധാനമായ ഗവേഷണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന മറ്റ് ശാസ്ത്രജ്ഞർക്കും അവരുടെ കുടുംബങ്ങൾക്കും പ്രത്യേക സുരക്ഷ ഏർപ്പെടുത്തുന്നതിനെ കുറിച്ച് അധികൃതർ ആലോചിക്കുന്നു. രഹസ്യ വിവരങ്ങൾ കൈകാര്യം ചെയ്യുന്ന ലബോറട്ടറികളിലെ നിരീക്ഷണ സംവിധാനങ്ങൾ കൂടുതൽ കർശനമാക്കിയിരിക്കുകയാണ്. ശാസ്ത്രജ്ഞരുടെ തിരോധാനം രാജ്യത്തിന്റെ പ്രതിരോധ നട്ടെല്ലിനെ ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഓരോ ശാസ്ത്രജ്ഞനും വർഷങ്ങളുടെ കഠിനാധ്വാനത്തിലൂടെയും അനുഭവ സമ്പത്തിലൂടെയുമാണ് അമൂല്യമായ അറിവുകൾ നേടുന്നത്. ഇവർ ശത്രുപക്ഷത്തെത്തിപ്പെടുകയോ അല്ലെങ്കിൽ കൊല്ലപ്പെടുകയോ ചെയ്യുന്നത് അമേരിക്കയുടെ സാങ്കേതിക മുന്നേറ്റത്തെ വർഷങ്ങൾ പിന്നോട്ടടിക്കാൻ കാരണമാകും. വിവര സാങ്കേതിക വിദ്യയുടെ ഈ കാലഘട്ടത്തിൽ മനുഷ്യ വിഭവശേഷിക്ക് മേൽ നടക്കുന്ന ഇത്തരം കടന്നുകയറ്റങ്ങൾ വലിയൊരു ഭീഷണിയാണ്. ഈ നിഗൂഢതകൾക്കിടയിൽ അന്താരാഷ്ട്ര തലത്തിൽ നയതന്ത്രപരമായ സംഘർഷങ്ങളും വർദ്ധിക്കുന്നുണ്ട്. അമേരിക്കൻ ശാസ്ത്രജ്ഞരെ ലക്ഷ്യമിടുന്നത് ആഗോള സുരക്ഷാ മാനദണ്ഡങ്ങളുടെ ലംഘനമാണെന്ന് പലരും ചൂണ്ടിക്കാണിക്കുന്നു. ഒരു രാജ്യത്തിന്റെ ഭൗതിക സ്വത്തായ മനുഷ്യശക്തിയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് നിശബ്ദമായ ഒരു യുദ്ധത്തിന്റെ തുടക്കമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുമ്പോൾ മാത്രമേ ഈ ശാസ്ത്രീയ തിരോധാനങ്ങളുടെ പിന്നിലെ യഥാർത്ഥ വസ്തുതകൾ പുറത്തുവരികയുള്ളൂ. സമൂഹ മാധ്യമങ്ങളിലും പ്രതിരോധ വെബ്സൈറ്റുകളിലും ഈ വാർത്തകൾ കാട്ടുതീ പോലെ പടരുകയാണ്. ഔദ്യോഗിക വിവരങ്ങളുടെ അഭാവം പലതരത്തിലുള്ള ഊഹാപോഹങ്ങൾക്കും ഇടയാക്കുന്നുണ്ട്. അമേരിക്കൻ ശാസ്ത്രലോകം നേരിടുന്ന ഈ പ്രതിസന്ധി പരിഹരിക്കാൻ FBI-യും CIA-യും സംയുക്തമായി രംഗത്തിറങ്ങണമെന്നാണ് പൊതുവെ ഉയരുന്ന ആവശ്യം. കാണാതായ ഓരോ ശാസ്ത്രജ്ഞന്റെയും കുടുംബങ്ങൾ നീതിക്കായി കാത്തിരിക്കുമ്പോഴും അവരെ സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ഇപ്പോഴും അപ്രാപ്യമായി തുടർന്നു. പശ്ചിമേഷ്യയിലെയും ഏഷ്യയിലെയും മാറുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഈ സംഭവങ്ങളെ കൂടുതൽ സങ്കീർണമാക്കിയിരിക്കുകയാണ്.